ഹസുറു ജമ്മുൽ ജവാമി, ജമ്മുൽ ജവാമിയ മുൻഹസറാവുന്ന ക്ലിപ്തമാക്കുന്നു. യാനി മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല ഉദ്ദേശിക്കുന്നത് അൽ മാനൽ മഖ്സൂദ മിൻഹു, ആ ജമ്മുൽ ജവാമിയിൽ നിന്നും ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം, ജമ്മുൽ ജവാമിയിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം ക്ലിപ്തമാകുന്നു. ഫി മുഖദ്ദിമാത്തിൻ, ഫി കസ്രി ദാലി, ദാലിനെ കസ്ർ കൊണ്ട്, ഫി മുഖദ്ദിമാത്തിൻ, മുഖദ്ദിമയായി ആമുഖമായി പറയുന്ന വിഷയങ്ങളിൽ. മുഖദ്ദിമത്തിൽ ജയ്ഷി, മുഖദ്ദിമാത്തെ എന്ന് കസറായിട്ടുള്ള ആ പ്രയോഗം അത് എവിടെ നിന്ന് ഒന്നാണ്? മുഖദ്ദിമത്തിൽ ജയ്ഷ് പോലെ. മുഖദ്ദിമത്തിൽ ജയ്ഷ് എന്ന് സൈന്യ വ്യൂഹത്തിൻ്റെ മുൻനിര, മുന്നണി എന്ന് പറയുന്ന പ്രയോഗത്തിൽ ആ അർത്ഥത്തിൽ മുഖദ്ദിമത്തുൽ ജയ്ഷ് എന്ന് ഉപയോഗിക്കും. ആ പ്രയോഗത്തിൽ നിന്നുമാണ് മുഖദ്ദിമാത്ത് എന്നുള്ള, മുഖദ്ദിമത്തിൻ്റെ ജമ്മായ മുഖദ്ദിമാത്ത് എന്നുള്ള പ്രയോഗം വരുന്നത്. അപ്പം ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്ന, ജമ്മുൽ ജവാമി പ്രതിപാദിക്കാൻ പോകുന്ന വിഷയങ്ങളുടെ ഒരു മുൻനിരയാണ്, ഒരു മുന്നോടിയാണ് ഈ പറയപ്പെട്ട മുഖദ്ദിമ. അങ്ങനെ മുഖദ്ദിമയായി പറയുന്ന വിഷയങ്ങളിൽ അത് ക്ലിപ്തമാണ് ജമ്മുൽ ജവാമിയ, അതാ ജമ്മുൽ ജവാമിൻ്റെ വായന. എന്തിനാണ് മുഖദ്ദിമത്തുൽ ജയ്ഷ് എന്ന് പറയുന്നത്? ദിൽ ജമാഅത്തിൽ മുതഖദ്ദിമത്തി മിൻഹു, ഈ സൈന്യത്തിൽ നിന്നും മുന്തി പോകുന്ന, സൈന്യത്തിൽ നിന്നും മുന്തിപ്പോകുന്ന ഒരു ജമാഅത്ത്, ഒരു സംഘം, സൈന്യ സമൂഹത്തിന് പറയുന്ന പേരാണ് എന്ത്? മുഖദ്ദിമത്തുൽ ജയ്ഷ്. ജയ്ഷിന് ഒട്ടകം, ഇത് പിന്നെ സൈന്യം നടത്തും കേട്ടോ. അപ്പോൾ അതിൽ ഒട്ടകത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ആനയുടെ പുറത്തോ കുതിരയുടെ പുറത്തോ അങ്ങനെ സംഘം നീണ്ട മുൻനിരയായിട്ട് പോകണം. സൈന്യം എന്ന് പറയുന്ന സൈന്യം ഇങ്ങനെ മാർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ രണാങ്കണത്തിലൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ ഒറ്റ ചുമങ്ങനെ ചേർന്ന് പോകും. അതിനൊരു സിസ്റ്റം ഉണ്ടോ? ഒരു മുൻനിര, ഒരു പിന്നെ സൈന്യത്തിൻ്റെ ഫ്രണ്ട് ഭാഗം, പിന്നെ അത് കഴിഞ്ഞിട്ട് മധ്യനിര, പിന്നെ പിൻഭാഗം, പിന്നെ വാലറ്റ്. വാലറ്റ് എന്ന് പറഞ്ഞാൽ സൈന്യം കടന്നു പോകുന്ന വഴിക്ക് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് സൈന്യങ്ങൾ പ്രധാന പോകുന്നൊരു രീതി. ബിൻ കദിമൽ ലാസിം, ഇത് വരുന്നത് എവിടെ നിന്നാണ്? ലാസിമായ കദിമയിൽ നിന്നാണ്. കദിമ എന്ന് വെച്ചാൽ മുന്തിയതായി എന്നൊക്കെ അർത്ഥം. ലാസിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കദ്ദമ പോലെ, മുഖദ്ദിമ എന്ന കദ്ദമയല്ലേ, കദ്ദമ പോലെ മഫ്ഊലുകളിലേക്ക് വിട്ട് കിടക്കാത്തത് ലാസിം എന്ന് പറയാം. ആ ലാസിമായ കദിമയിൽ നിന്നും പിടിച്ചതാണെന്ത്? ഈ മുഖദ്ദിമാത്ത്, ഈ പദങ്ങൾ വരുന്ന, ഈ സർക്കിൾ വരുന്ന ഇതിൻ്റെ ലാസിമായ കദിമയിൽ നിന്ന്. വിമാന തക്കദ്ദമ, കദിമ എന്നർത്ഥം എന്താ? വിമാന തക്കദ്ദമ, മുന്തിയതായി. മനസ്സിലായില്ല? മുന്തിയതായി എന്നർത്ഥമുള്ള തക്കദ്ദമ വന്നു. അപ്പോൾ എന്ത് മുന്തിയതായി? മനസ്സിലായില്ലേ? എന്നുള്ള ആ ഒരു മാനയ്ക്ക് ഒരു ഫായിൽ വരും. മഫൂലും വേണ്ടി എടുക്കാം, എന്തിനെ മുന്തി എന്നുള്ളെടുക്കാം. പക്ഷേ തക്കദ്ദമ പോലെ അല്ലെങ്കിൽ മുഖദ്ദിമ പോലെ എന്താണ്? കൂടുതൽ മഫൂലുകളൊക്കെ എന്ത് ചെയ്യില്ല, ഈ കദിമ മുൻകടക്കൂല. അപ്പോൾ അതിനെ തുടർന്ന് ഇതെന്തായി? ലാസിമായി കേൾക്കും കേട്ടോ. അപ്പം മിൻഹു, അതിൽപ്പെട്ടതാണ് ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി എന്ന ഖുർആനിലെ പ്രയോഗം. ലാ തുഖദ്ദിമു, നിങ്ങൾ മുന്തിക്കരുത്. അപ്പോൾ നിങ്ങൾ മുന്തിക്കരുത്, നിങ്ങൾ എന്തിനെ മുന്തിക്കരുത്? നിങ്ങൾ ഫായില, എന്തിനെ മുന്തിക്കരുത്, എന്തിനേക്കാൾ മുന്തിക്കരുത്. മഫൂൽ കൂടി ആണ് തഅദ്ദിയാവുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി, അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾ മുന്തിക്കരുത്. അള്ളാഹു തആലയാണ് പ്രഥമമായി പറയേണ്ടത്. അതിൻ്റെ മുമ്പേ കെട്ടി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റൊന്ന് പറയാനോ മറ്റൊന്ന് ചെയ്യാനോ എന്താണ് ശ്രമിക്കരുത്. അത് മര്യാദ കേടാണ്. മനസ്സിലായി എന്ന് എന്താണ് നമുക്ക് നിർദ്ദേശം തരുവാണ് ഖുർആനിലൂടെ അല്ലാഹു തആല. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ തുഖദ്ദിമു എന്നുള്ളത് ഈ മുഖദ്ദിമത്തുൽ ജയ്ഷ് എന്ന് പറയുന്ന ഈ പ്രയോഗത്തിൻ്റെ മറ്റൊരു വേർഷനാണ്. അബി ഫതഹിഹ, ഈ മുഖദ്ദിമാത്ത് എന്ന് കസറായി പറയുന്ന പോലെ ഫതഹിഹ അതിനെ ഫത്ത് കൊണ്ടും പറയാം, മുഖദ്ദമാത്ത് എന്ന് പറയാം. അലാ ഖില്ലത്തിൻ, കുറവായിട്ട്. അധികവും പ്രയോഗം എന്താണ്? മുഖദ്ദിമാത്ത് എന്നാണ്. മുഖദ്ദിമാത്ത് എന്ന് കസറായിട്ടാണ്. മുഖദ്ദമാത്ത്, ഫീ മുഖദ്ദമാത്തിൻ, ചില മുന്തിക്കപ്പെട്ട വസ്തുക്കൾ, മുന്തിക്കപ്പെട്ടത് എന്നുള്ള മജ്ഹൂലിൻ്റെ അർത്ഥത്തിൽ അങ്ങനെ മുഖദ്ദമാത്ത് പറയും. മുഖദ്ദമത്ത് റഹൽ, ഇതുപോലെ വാഹനം
റഹൽ എന്ന് വെച്ചാൽ സഞ്ചാരയോഗ്യമായ വാഹനം, ഒട്ടകത്തിൻ്റെ മേലൊക്കെ കെട്ടി തയ്യാറാക്കി വയ്ക്കുമ്പോൾ സഞ്ചാരയോഗ്യമായ വാഹനം, മനസ്സിലായില്ലേ? ആ വാഹനത്തിൻ്റെ മുന്തിക്കപ്പെട്ട വസ്തു പോലെ, മുന്തിക്കപ്പെട്ട ഇടം പോലെ എന്നാൽ അതിന് മുഖദ്ദമത്ത് റഹൽ എന്ന് പറയും. ആ പ്രയോഗം പോലെ എന്താണ് മുഖദ്ദമാത്ത് എന്ന് പറയാവുന്നതാണ്. ഫി ലുഗത്തിൻ ആ ഫി ലുഗത്തി ആ മിൻ കദിമൽ ആ മുത്താദി. ഈ ലോകത്തിൻ്റെ ഒരു ഭാഷയിൽ പ്രയോഗത്തിൽ എന്ത് ചെയ്യാറുണ്ട്? മുഖദ്ദമത്ത് റഹൽ എന്ന് പറയാറുണ്ട്. ഇത് വരുന്ന ഇവിടെ നിന്നാണ് മിൻ കദിമൽ മുത്താദി, മുത്താദിയായ കദിമയിൽ നിന്നും എന്താണ് വരുന്നതാണ്. ഐ പി ഉമൂരി. ഇപ്പോൾ ഇവിടെ മുമ്പ് പറഞ്ഞത് കദിമയ്ക്ക് മുത്താദി അർത്ഥമുണ്ട്, ലാസിമായ അർത്ഥം. മനസ്സിലായില്ലേ? മുന്തിച്ചു എന്നർത്ഥമുണ്ട്, മുന്തിയതായി എന്നർത്ഥം, രണ്ടുണ്ട്. മുന്തിയതായി എന്നർത്ഥമാണ് ആദ്യത്തെ ലാസിമായ കദിമയ്ക്കുള്ളത്. മറ്റേത് കദിമ എന്ന് പറഞ്ഞാൽ എന്തായി? മുന്തിച്ചു എന്നുള്ള അർത്ഥം വരും. മനസ്സിലായില്ല? കൗല വാബ നമ്മളെ ലാസിമിന് മാത്രം പറ്റുള്ളൂ എന്ന് വെച്ചാൽ പറയും. കദിമ എന്ന് പറയുമ്പോൾ ഫൈല വാബാണ്. അപ്പോൾ ലാസിമിനും പറ്റും, മുത്താദിക്കും പറ്റും. രണ്ട് രീതിയിലും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഹൈ ഫി ഉമൂരിൻ മുഖദ്ദമത്തിൽ. ആദ്യത്തെ പറയുമ്പോൾ ഫി ഉമൂരിൻ എന്താണ്? ഫി ഉമൂരിൻ മുത്തഖദ്ദിമത്തിൻ. മറ്റേ തഖദ്ദമ പറയുക. ഫി ഉമൂരിൻ മുത്തഖദ്ദിമത്തിൻ ഔ മുഖദ്ദമത്തിൻ കേട്ടോ. ഈ ഉമൂരി മുത്തഖദ്ദിമത്തിൻ മുന്തിച്ചതായ ചില വിഷയങ്ങളിൽ ക്ലിപ്തമാണ് ജംഉൽ ജവാമി. അല്ലെങ്കിൽ ഔ മുഖദ്ദമത്തിൽ മുന്തിക്കപ്പെട്ടതായ ചില വിഷയങ്ങൾ എന്താണ്? ക്ലിപ്തമാണ് ജംഉൽ ജവാമി. അലൽ മഖ്സൂദി. ഈ മുന്തിക്കപ്പെട്ടതായാലും മുഖദ്ദമാത്ത് എന്ന് 10 ഇട്ട് കൊടുക്കുമ്പോഴും കെസറിട്ട് കൊടുക്കുമ്പോഴും മുന്തിച്ചതായാലും എന്തിനേക്കാളാ? അലൽ മഖ്സൂദി. ഈ ജംഉൽ ജവാമിയിൽ പരാമർശിക്കപ്പെടുന്ന അടിസ്ഥാന വിഷയങ്ങളെക്കാൾ മുന്തിക്കപ്പെട്ടത്, ഇത് മുന്തിച്ചത്. അടിസ്ഥാനമായി പ്രതിപാദിക്കുന്നത് എന്താണ്? ഉസൂൽ ഫിഖാണ്, ഉസൂൽ ദീനാണ്, തസവുഫാണ്. ഇതിൻ്റെ ഖാത്തിമ തസവുഫ് അതാണ്. അപ്പം അതിനേക്കാൾ മുന്തിച്ച് പറഞ്ഞത് അല്ല മുന്തിക്കപ്പെട്ടത് എന്നർത്ഥം കേട്ടോ. അൽ മഖ്സൂദി മഖ്സൂദ് ബിദ്ദാത്ത് അടിസ്ഥാനപരമായ മഖ്സൂദിനേക്കാൾ. ഇന്തിഫായി വിഹാഫിഹി. എന്തിനാണ് ഈ മഖ്സൂദായ കാര്യങ്ങളെക്കാൾ മുന്തിച്ച് ഈ കാര്യത്തെ പറയുന്നത്? മഖ്സൂദായ കാര്യങ്ങളെക്കാൾ മുന്തിച്ച് ഈ കാര്യത്തെ പറയുന്നതിന് എന്ത് പ്രയോജനമുണ്ട്? ഇന്തിഫായി ബിഹാഫിഹി. ഈ മുഖദ്ദിമാത്തായി പറയുന്ന ഈ വിഷയങ്ങളിൽ കൊണ്ട് പ്രയോജനമുള്ള കാരണമായിട്ട് ഫിഹി ഏതിലാ? ബിദ്ദാത്ത് മഖ്സൂദായി പറയുന്നതിൽ എന്താണ് പ്രയോജനമുള്ള കാരണമായിട്ട്. അപ്പോൾ ഒരു പ്രയോജനമുണ്ട്. ഈ മുഖദ്ദിമയെ പഠിച്ചാൽ മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് എന്താണ് മഖ്സൂദ് പഠിക്കാൻ എന്താണ് എളുപ്പവും സൗകര്യവും എന്നുണ്ട്, ലാളിത്യമുണ്ട്. അപ്പോൾ ആ പ്രയോജനത്തെ മുൻകരുതിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആദ്യമായിട്ട് ഈ മുഖദ്ദിമയെ പറയുന്നത്. അണ്ടെന്ന് പോകുന്നു മഖ്സൂദിലേക്ക് പോകുന്നു കേട്ടോ. മാ തവഖുഫിഹി അലാ ബാലിയ. പ്രയോജനം മാത്രമല്ല, മാ തവഖുഫിഹി അലാ ബാലിയ. ഈ മഖ്സൂദ് നിലകൊള്ളുന്നതിനോടൊപ്പം അലാ ബാലിയ ആ മുഖദ്ദിമയായി പറയപ്പെട്ട ചില വിഷയങ്ങളുടെ മേൽ മഖ്സൂദ് നിലകൊള്ളുന്നതിനോടൊപ്പം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മഖ്സൂദിൽ പറയപ്പെടുന്ന ചില വിഷയങ്ങളുടെ നിലനിൽപ്പ് എന്തിൻ്റെ മേല? ഈ മുഖദ്ദിമയിൽ പറയപ്പെട്ട ചില വിഷയങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ഈ കോളേജിൻ്റെ ബിൽഡിങ്, ഈ ബിൽഡിങ് നിൽക്കുന്നതിൻ്റെ മേല ഈ തറയിലാണ്. തറയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ബിൽഡിങ് പ്രശ്നമാവും. മനസ്സിലായില്ലേ? തറയില്ലാതെ നമ്മൾ എന്ത് സാധനം ഭൂമിയിൽ പെടുന്നാലും ഭൂമി എത്ര ഉറപ്പുള്ളതാണെങ്കിലും അത് പെട്ടെന്ന് ഇതായിപ്പോവും, കേടായിപ്പോവും. അതുകൊണ്ട് തറ വേണമെന്ന് എഞ്ചിനീയേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നത്? ആവശ്യപ്പെടുന്നു. മനസ്സിലായില്ലേ? തറ ഉണ്ടെങ്കിൽ ആ തറയുടെ പിടുത്തത്തിൽ എന്ത് ചെയ്യും? ആ ബിൽഡിങ് നിൽക്കും. അതാണ് അതിൻ്റെ ഒരു എൻജിനീയറിങ് ഇത് സീക്രട്ട്. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. മനസ്സിലായില്ലേ? അപ്പോൾ എന്നതുപോലെ ഈ മുഖദ്ദിമയിൽ പരാമർശിക്കുന്ന ചില വിഷയങ്ങൾ നിലകൊള്ളുന്നത് ഇതിലാണ്? ഈ മുഖദ്ദിമയിൽ പരാമർശിക്കുന്ന ചില വിഷയങ്ങളിലാണ് ഉസൂൽ ഇവിടെ മഖ്സൂദിൽ പരാമർശിക്കുന്ന ചില വിഷയങ്ങൾ നിലകൊള്ളുന്നത് കേട്ടോ. മഖ്സൂദിൽ പരാമർശിക്കുന്ന ചില വിഷയങ്ങൾ നിലകൊള്ളുന്നതിൻ്റെ മേലാണ്? മുഖദ്ദിമയിൽ പരാമർശിക്കുന്ന ചില വിഷയങ്ങളുടെ മേലാണ്. അപ്പം ബന്ധവും പ്രയോജനവും മാത്രമല്ല, എന്താണ്? മഖ്സൂദിൽ പരാമർശിക്കുന്ന വിഷയങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇവിടെയാണ് മുഖദ്ദിമയിൽ പരാമർശിക്കുന്ന ചില വിഷയങ്ങളുടെ മേലാണ്. ആ തവഖുഫിഹി അലാ ബാലിഹ. ആ തവഖുഫി ആ മഖ്സൂദ് നിലനിൽക്കുന്നതിനോടൊപ്പം അലാ ബാലിഹ എന്താണ്? ഈ മുഖദ്ദിമയിൽ പരാമർശിക്കുന്ന ചില വിഷയങ്ങളുടെ മേലെ ആ മഖ്സൂദ് നിലനിൽക്കുന്നതിനോടൊപ്പം. താരീഫിൽ ഹുക്മി. മഖ്സൂദ് തന്നെ നിലനിൽക്കുന്നവരാണ്. മഖ്സൂദിൽ ചെറുതല്ല. മഖ്സൂദ് തന്നെ എന്ത് ചെയ്യുന്നു? ഈ മുഖദ്ദിമയിൽ പരാമർശിക്കുന്ന ചില വിഷയങ്ങളുടെ മേലെ നിലകൊള്ളുന്നു കേട്ടോ. താരീഫിൽ ഹുക്മി. അതുപോലെ ഹുക്കുമിൻ്റെ താരീഫ് പോലെ. അപ്പോൾ ഹുക്കുമ് എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ താരീഫ് എന്താ? ഇപ്പോൾ വാജിബ്, സുന്നത്ത്, ഇതൊക്കെയാണ് ഹുക്കുമുകൾ. മുക്കല്ലഫീങ്ങളുടെ മേൽ അല്ലാഹു തആല കൽപ്പിക്കുന്ന കൽപ്പനയ്ക്ക് എന്ത് പറയാം? ഹുക്കുമെന്ന് പറയാം. അപ്പോൾ ആ ഹുക്കുമിൻ്റെ താരീഫ് എന്താ? ആ താരീഫ് പറയുന്ന എവിടെയാണ്? മുഖദ്ദിമയിലെ പറയും. എന്നിട്ട് ആ ഹുക്കുമിനെ പറ്റിയുള്ള ചർച്ച അവിടെ പോവും, മഖ്സൂദിലുണ്ടാവും. അപ്പോൾ മഖ്സൂദിൽ ഹുക്കുമിനെ പറ്റിയുള്ള ചർച്ച പഠിക്കുമ്പോൾ നമുക്ക് എന്തറിയണം?
അങ്ങനെ താരീഫ് പറയും. മനസ്സിലായല്ലോ? ആ താരീഫ് എവിടെ നിന്ന് കിട്ടുള്ളൂ? മുഖദ്ദിമയിൽ കിട്ടുള്ളൂ. ഇപ്പോൾ താരീഫിൽ ഹുക്കുബി, ഹുക്കുമിൻ്റെ താരീഫ് പോലെ, വാക്സാമിഹി, ഹുക്കുമിൻ്റെ അക്സാമുകൾ, ഓഹരികൾ പോലെ. അപ്പോൾ പറഞ്ഞല്ലോ വാജിബ്, സുന്നത്ത്, കറാത്ത്, ഇങ്ങനെയുള്ള ഓഹരികളൊന്നുണ്ട് ഹുക്കുമിനുണ്ട്. അപ്പോൾ അക്സാമിഹി, ഹുക്കുമിൻ്റെ ഓഹരികളെ പോലെ കേട്ടോ. ഇത് കാരണം നിശ്ചയമായും എങ്ങനെയാണ് ഈ ഹുക്കുമിൻ്റെ താരീഫ്, ഹുക്കുമിൻ്റെ ഓഹരികളെക്കുറിച്ച് ഈ ഈ ഉസൂൽ ഫിഖ് ചർച്ച ചെയ്യുന്ന, ഈ പ്രതിപാദിക്കുന്ന ഈ കിതാബ് നിലകൊള്ളുന്നു എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് കാരണം യുസ്ബിത്തുഹ അൽ ഉസൂലിയും, ചിലപ്പോൾ എന്താണ് ഈ ഹുക്കുമിനെയും ഈ അക്സാമുകളെയും ചിലപ്പോൾ സ്ഥിരീകരിക്കും, ഉണ്ടെന്ന് പറയും. ആര്? അൽ ഉസൂലിയു, ഉസൂലി പണ്ഡിതൻ ചിലപ്പോൾ ഉണ്ടെന്ന് പറയും. താറത്തൻ ചിലപ്പോൾ ഹുക്കും എന്താണ് ഉണ്ടെന്ന് പറയും. മനസ്സിലായില്ലേ? വാ എൻഫിയ, ചിലപ്പോൾ ഈ ഉസൂലി പണ്ഡിതൻ എന്ത് ചെയ്യും? ഉഖറ, മറ്റു ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ ഹുക്കുമോ ഹുക്കുമിൻ്റെ കിസ്മുകളോ ഇല്ല എന്ന് പറയും. അപ്പോൾ ഉസൂലി പണ്ഡിതൻ ചിലപ്പോൾ എന്ത് ചെയ്യും? ഹുക്കുമോ ഉണ്ടെന്ന് പറയും, സ്ഥിരീകരിക്കും, ഉണ്ടെന്ന് പറയും. ചില ഹുക്കുമോ എന്താണ്? ഇല്ലെന്ന് പറയും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അമ്പിയാക്കളില്ലാത്ത കാലം, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം ഏതാണ്ട് 500-600 വർഷം കഴിഞ്ഞിട്ട് ആര് വന്നത്? നമ്മുടെ നബി എന്ന് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിനിടയിലെ കാലഘട്ടം ഫിത്രത്തിൻ്റെ കാലഘട്ടം ഉണ്ടോ, അതോ ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ബിഅ്സത്ത് നിലനിന്ന കാലഘട്ടമാണോ? അപ്പോൾ ഒരു നബിയെ ഒരു സമൂഹത്തിലേക്ക് അയക്കുന്നതിന് മുമ്പുള്ള കാലം അന്ന് നോക്കുമ്പോൾ ഉണ്ടോ? അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ള വിധി ഉണ്ടോ? അത് ഇല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഉസൂലി പണ്ഡിതൻ പറയും ബിഅ്സത്തിന് മുമ്പ് എന്തില്ല ഹുക്കുമ ഇല്ല, ബിഅ്സത്തിന് ശേഷം എന്തുള്ളൂ? ഹുക്കുമ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ഹുക്കുമ എന്താണെന്ന് അറിയണ്ടേ? വേണ്ടേ? അപ്പോൾ ഹുക്കുമ എന്താണ് എന്നുള്ള താരീഫ്, അതിൻ്റെ കിസ്മകൾ ഏതാണ് വിഷയങ്ങൾ ഇവിടെ ഉള്ളത്? മനസ്സിലായി? അപ്പോൾ ഇത് കാരണം ഉസൂലിയു, ചിലപ്പോൾ ഉസൂലി എന്ത് ചെയ്യുന്നതാണ്? ഈ ഹുക്കുമുകളെ സ്ഥിരീകരിക്കുന്നതാണ്, സ്ഥിരപ്പെടുത്തുന്നതാണ്. താറത്തും ചിലപ്പോൾ വയൻഫി ആ ഹൊറ, മറ്റു ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ ഹുക്കുമുകളെ ഉസൂലി എന്ത് ചെയ്യും? ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും. കമാസേത്തി, ആ വിഷയം എന്താണ്? പുറകെ വരുന്നത് പോലും.